ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് വരാം. പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം, അതിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം, അതിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ. പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 28 മുതൽ. ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കേണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. മതി, കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. വിശുദ്ധ തിരുവെഴുത്തിൽ പുതിയ നിയമത്തിലെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്ന പ്രവർത്തികളുടെ പുസ്തകം, പ്രവർത്തികളുടെ പുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ ഉപയോഗിച്ചിട്ടുള്ള ഗൗരവമേറിയ ഒരു പദപ്രയോഗം, സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. നമുക്കറിയാം, പ്രവർത്തികളുടെ പുസ്തകം വേഗം പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ, എഴുതി അവസാനിപ്പിക്കുമ്പോൾ, ആ കാലഘട്ടത്തിലെ ഗൗരവമേറിയ ചില ചരിത്ര സംഭവങ്ങൾ അതിൻ്റെ സൂചന പോലും നൽകാതെയാണ് പ്രവർത്തികളുടെ പുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നത്. 3.5 പതിറ്റാണ്ടുകളിലെ വളച്ചുകെട്ടില്ലാത്ത സഭാചരിത്രമാണ് പ്രവർത്തികളുടെ പുസ്തകം. സുവിശേഷത്തിൽ നിന്ന് ലേഖനങ്ങളിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഗ്രന്ഥമാണ് പ്രവർത്തികളുടെ പുസ്തകം. പ്രവർത്തികളുടെ പുസ്തകം ആ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഗൗരവമേറിയ ചില സംഭവങ്ങളെ മറച്ചു വെച്ചിരിക്കുകയാണോ, അതോ അത് സംഭവിക്കുന്നതിന് മുൻപ് പ്രവർത്തികളുടെ പുസ്തകം എഴുതി തീരുകയായിരുന്നുവോ? അവ സംഭവിക്കുന്നതിന് മുൻപ് പ്രവർത്തികളുടെ പുസ്തകം എഴുതി തീരുകയായിരുന്നു. യാത്ര ചെയ്യുവാൻ ഒരു കൊല്ലി സൈക്കിൾ പോലും സ്വന്തമായിട്ടില്ലാത്ത, ലീഡർ കെട്ടിഞ്ഞാന്ന്, അതേ ലീഡറിനെ ആ കാലഘട്ടത്തിലെ ഗവൺമെന്റ് ക്രൂശിച്ചു കൊന്ന, ട്രഷറർ കെട്ടിഞ്ഞാൻ ആത്മഹത്യ ചെയ്ത ഒരു സാധു സംഘം അടുത്ത 3.5 പതിറ്റാണ്ടിനുള്ളിൽ ലോക ചരിത്രത്തെ വലം ചുറ്റി 3 ഭൂഖണ്ഡങ്ങളെ കീഴ്മേൽ മറിച്ച് അന്നത്തെ രാജാക്കന്മാരുടെ അരമനകളെ പോലും പിടിച്ചടക്കിക്കൊണ്ട് ഒരു കൊടുങ്കാറ്റുപോലെ ഉയർന്നതിൻ്റെ പുറകിൽ വ്യാപരിച്ച ശക്തി ഏതാണ്? അത് വിദേശ കറൻസിയുടെ ശക്തിയല്ല, വാക്ചാതുര്യമുള്ള അഡ്വക്കേറ്റന്മാരുടെ കഴിവല്ല, സെഹിയോൻ മാളികമുറിയിൽ കൊടും മുഴക്കത്തോടെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമാണ്. നമുക്കറിയാം, ആ കാലഘട്ടത്തിലെ നാഴികക്കല്ലുകളായ ചില സംഭവങ്ങളുണ്ട്. അതിൽ അതിപ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് നീറോയുടെ ഭരണമാണ്. ഏറ്റവും നീചനും ക്രൂരനും ദുഷ്ടനും എന്ന് വിശേഷിപ്പിക്കാവുന്ന റോമൻ ഭരണകർത്താക്കളുടെ ഇടയിൽ ക്രൂരതയ്ക്ക് പര്യായമായ, വെളിപ്പാട് പുസ്തകത്തിലെ 666 എന്ന അക്കം പോലും ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അത് നീറോയെയാണ് എന്ന് പഠിതാക്കൾ പറയത്തക്ക വിധത്തിൽ ക്രൂരതയുടെ പര്യായമായ നീറോ. അദ്ദേഹം ഒരു മാനസിക രോഗിയായിരുന്നു. മാനസിക രോഗം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട ചില മാനസിക രോഗങ്ങളുടെ പേര് പോലുമുണ്ട്. സ്വന്തം അമ്മയെ സ്വന്തം കൈകൊണ്ടാണ് അയാൾ കൊന്നത്. 2 ഭാര്യമാരെ അയാളുടെ കൈകൊണ്ടാണ് കൊന്നത്. കൊല നടക്കുന്ന സമയത്ത് ഇരയുടെ മരണപ്പിടച്ചിൽ കാണുമ്പോൾ ഒരു അസാധാരണ മാനസിക സുഖം അനുഭവിക്കുന്ന വൈകാരിക സംതൃപ്തി ഇയാൾ അനുഭവിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്.
കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് കൊട്ടാരത്തിൻ്റെ തൊടികളിൽ ഓടി നടന്ന് തുമ്പികളെ പിടിച്ചുകൊണ്ടുവന്ന് കമ്പി കുത്തിയിറക്കി തുമ്പികളെ കൊല്ലുമ്പോൾ, തുമ്പി മരണപ്പിടച്ചിൽ നടത്തുമ്പോൾ കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു പതിവ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയുന്നു. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ, മുളയിലെ അറിയാം വിളവിൻ്റെ കരുത്ത് എന്നല്ലേ. വളർന്നു വന്നപ്പോൾ മറ്റുള്ളവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന് പ്രത്യേക ഒരു മാനസിക സുഖം അനുഭവിക്കത്തക്ക വിധത്തിലുള്ള ഒരു വൈകാരിക വൈകല്യം ഇദ്ദേഹത്തെ ഭരിച്ചിരുന്നു. സ്തോത്രം. ഒടുവിൽ സ്വന്തം അമ്മയെ സ്വന്തം കൈകൊണ്ടാണ് ഇയാൾ കൊന്നത്. 2 ഭാര്യമാരെ അയാളുടെ കൈകൊണ്ടാണ് അയാൾ കൊന്നത്. ഇയാൾ അവസാനം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നീറോ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിലെ ശ്രദ്ധേയമായ ഒരു സംഭവം പത്രോസിന്റെ രക്തസാക്ഷിത്വം, പൗലോസിന്റെ രക്തസാക്ഷിത്വം ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ക്രൂരമായിട്ട് ക്രൈസ്തവരെ പീഡിപ്പിച്ചിരുന്നു. ഇന്ന് കാണുന്ന പല പീഡന നയങ്ങളും ഉയരുമ്പോൾ ഒരു വസ്തുത ഉറപ്പിച്ചു പറയാം: എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരു സുവിശേഷകന്റെ രക്തം ഒരു തുള്ളി പോലും ചിന്തില്ല. ഇതിന്റെ പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയണം: ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിലും എൻ്റെ ദൈവത്തിന് മഹത്തായ പദ്ധതിയുണ്ട്. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലി പൊട്ടിച്ചും, വായിലൂടെ വെള്ളം അടിച്ച് കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തി കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിച്ചും, വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് കൈകാലുകൾ അതിൽ ചേർത്ത് കെട്ടി ശരീരഭാഗങ്ങൾ 2 തുണ്ടുകളാക്കി കീറി മാറ്റിയും, മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീക്കകത്തിട്ട് ചുട്ടുകൊന്നും, ഉദരം പിളർന്ന് കുടൽമാല പുറത്തേക്ക് വലിച്ചെടുത്ത് കുതിരയുടെ വാലിൽ കെട്ടി വലിച്ച് പറിച്ച് ശരീരത്തെ ഛിന്നഭിന്നമാക്കി നശിപ്പിച്ചും, അങ്ങനെ ക്രൂരമായ കുലയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈ നീറോ. നിങ്ങൾ അറിയണം, ക്രൈസ്തവരെ കൂട്ടമായി കൊല്ലുന്ന പ്രത്യേക സമയത്ത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ ചുറ്റളവിലുള്ള പൂന്തോട്ടത്തിൽ നിന്ന് എല്ലാവരെയും പുറത്തിറക്കി ഗേറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ദൈവത്തിന് സ്തോത്രം നാട്ടി നിർത്തിയിരിക്കുന്ന ഇരുമ്പ് തൂണുകളിലേക്ക് ക്രൈസ്തവരെ മെഴുകുശീലകൾ ചുറ്റി നിർത്തി കത്തിച്ചതിന് ശേഷം വിവസ്ത്രനായി കുതിരപ്പുറത്ത് അതേ മരണം അക്ഷരാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മരണപ്പിടച്ചിൽ കണ്ട് നടുവിലൂടെ അട്ടഹസിച്ച് കുതിരപ്പുറത്ത് യാത്ര ചെയ്ത കൊടും ക്രൂരനും നീചനുമായിരുന്നു നീറോ. ഈ മനുഷ്യന്റെ കാലഘട്ടത്തിലാണ് പൗലോസിനെ കൊല ചെയ്തത്, പത്രോസിനെ കൊല ചെയ്തത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അന്ന് ക്രൈസ്തവ സഭയോടുള്ള ബന്ധത്തിൽ എങ്ങനെയെങ്കിലും മതപരിവർത്തനം, മറ്റുള്ളവരെ ഭയപ്പെടുത്തി തടയുക എന്ന ഉദ്ദേശത്തോടുകൂടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു. അതിന് പിൻപിൽ ഒരു ചെറിയ ചരിത്ര സംഭവമുണ്ട്. അത് ഗൗരവമേറിയ നിലയിൽ ചിന്തിക്കേണ്ടതാണ്. സ്തോത്രം. റോമപട്ടണത്തെ നയനമനോഹരമായി പണിയുവാൻ ഇദ്ദേഹം ഒരു ആർക്കിടെക്ചറൽ പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാനിന് ഒരു രൂപം അദ്ദേഹം കൊടുത്തു. പക്ഷേ സാധാരണക്കാരായ ആളുകൾ മതിൽക്കെട്ടുകൾക്കകത്ത് പാർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ജനങ്ങളെ ഒഴിച്ചുവിടാൻ തയ്യാറാകാൻ ബുദ്ധിമുട്ടായി വന്നപ്പോൾ അദ്ദേഹം വിദഗ്ധമായി റോമപട്ടണത്തിന് ഒരു പട്ടാപ്പകൽ തീ കൊടുത്തു. തീ കൊടുപ്പിച്ചു കഴിഞ്ഞപ്പോൾ റോമപട്ടണം മാനം മുട്ട കത്തുകയാണ്. സ്ത്രീകളും കുഞ്ഞുങ്ങളും നിരപരാധികളും വെന്തുരുകുമ്പോൾ ജനക്കൂട്ടം പ്രക്ഷോഭം സംഘടിപ്പിച്ച് റോമപട്ടണത്തിന്റെ നടുവിൽ നിന്നും നേരെ കൊട്ടാരത്തിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടുക്കുകയാണ്. അങ്ങനെ അടുക്കുന്ന സമയം നീറോയ്ക്ക് മനസ്സിലായി സംഗതി അപകടകരമാണ്. അദ്ദേഹം തൻ്റെ കിങ്കരന്മാരെ കൊണ്ട് ഒരു പ്രത്യേക കാര്യം പറഞ്ഞു പരത്തി. ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ ആരാണെന്നറിയാമോ? ഈ ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കും എന്ന് പറയുന്ന ഒരു പറ്റം ക്രൈസ്തവർ ഇവിടെയുണ്ട്. അവരാണ് ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞു പരത്തി. അതോടുകൂടെ ക്രൈസ്തവ വൈരാഗ്യം, വൈര്യനിര്യാതനം വ്യാപകമായി പടർന്നു. ക്രൈസ്തവരെ കണ്ണിൽ കണ്ട ഇടത്തെല്ലാം ക്രൂരമായി കൊല്ലുകയാണ്. സ്തോത്രം. അടകല്ലിലേക്ക് മുൻപേ പറഞ്ഞതുപോലെ തല കയറ്റി വെച്ച് അത് കൂടം കൊണ്ട് തല തല്ലി പൊട്ടിക്കുകയാണ്. ഏറ്റവും ക്രൂരവും നീചവുമായി ക്രൈസ്തവരെ കൊന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ്
പൗലോസിനെ കർപ്പോസിന്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് റോമിലെത്തിച്ചത്. അവസാനമായി അദ്ദേഹത്തെ ഒരു ജയിൽ മുറിക്കകത്തിട്ട്, ചരിത്ര പ്രസിദ്ധമായ മർമാട്ടിൻ ജയിൽ മുറിക്കകത്തിട്ട് ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. സ്തോത്രം. ഏതാണ്ട് ഒരു വശത്തുകൂടെ കൂലം കുത്തി പതഞ്ഞു നുരഞ്ഞൊഴുകുന്ന ടൈബർ നദി, അതിൻ്റെ പുറകിൽ ഉയർന്നിൽക്കുന്ന കരിമ്പാറ, അതിൻ്റെ താഴേക്ക് കൊത്തിയിറക്കി പണിതിരിക്കുന്ന ഒരു ഗുഹ. ആ ഗുഹയ്ക്കകത്ത് അവസാനമായി അന്ത്യചുംബനം കൊടുത്തുകൊണ്ട് പൗലോസും പത്രോസും ചുംബനം ചെയ്ത് യാത്ര പറഞ്ഞു എന്നാണ് ചരിത്രം വായിക്കുന്നത്. അത് ആ ഗുഹയുടെ മുകൾ ഭാഗത്തുകൂടെ ഒരു മനുഷ്യന്റെ കൈ ഇറങ്ങാവുന്ന ഒരു ദ്വാരമുണ്ട്. അതിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായിട്ട് തുകൽച്ചുരുൾ നിരത്തി വെച്ചാണ് അവസാന കത്തുകൾ കുറിക്കുന്നത്. ഈ ഗുഹയ്ക്കകത്ത് നിന്നാണ് അന്തിമമായി പത്രോസ് ക്രൂശിക്കപ്പെടുവാൻ, തലകീഴായി ക്രൂശിക്കപ്പെടുവാൻ യാത്ര ചെയ്തത്. പൗലോസ് അവിടെ അവസാനമായി മരണത്തെ അഭിമുഖീകരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, അതിഭീകരമായിരുന്നു ആ മരണരംഗം. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നത് താൻ മരണത്തിന്റെ തൊട്ടു മുൻപ് മരണസമയം മനസ്സിലാക്കി. തൻ്റെ മരണം സാധാരണ മരണമല്ല. തൻ്റെ മരണം തൻ്റെ കഴുത്തു മുറിക്കുന്ന ചോര, മുറിക്കാൻ ഉപയോഗിച്ച പീഠത്തിന്റെ ചുവട്ടിലേക്ക് വഴിഞ്ഞൊഴുകത്തക്ക വിധത്തിലുള്ള ഒരു മരണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ മരണത്തെ പാനീയ യാഗബലി എന്ന് താൻ വിശേഷിപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ മരണം സാധാരണ മരണമല്ല, അതൊരു യാത്രയുടെ അവസാനമായിരിക്കും എന്ന് തനിക്ക് വ്യക്തമായി ബോധ്യമായിരുന്നു. സ്തോത്രം. ഈ സമയത്ത് ഈ കർത്തൃദാസൻ ആ ഗുഹയ്ക്കകത്ത്, ആ അകത്ത് കയറിയിരിക്കാവുന്ന ഒരു ഭാഗത്തേക്ക് കയറിയിരുന്ന് തൻ്റെ കയ്യിലെ തുകൽച്ചുരുൾ ഒന്ന് നിരത്തി വെച്ചിട്ട് ഒരു പരാജിതനെ പോലെ തല താഴ്ത്തിയല്ല, ഒരു ജയാളിയെ പോലെ തല ഉയർത്തി പിടിച്ചുകൊണ്ട് ആത്മാവിൽ കുറിക്കുന്ന വാക്കുകൾ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. മകനെ തിമത്തിയോസേ, ശീതകാലത്തിന് മുൻപേ വരുവാൻ ഉത്സാഹിക്ക. നീ പോരുമ്പോൾ പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മ ലിഖിതങ്ങളും കൂടെ കൊണ്ടുപോരുക. ഞാൻ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, ആധുനിക ആത്മീയതയുടെ അസാധാരണ സ്ഫോടകാത്മകമായ അനുഭവങ്ങൾ പങ്കുവെച്ച് നമ്മളിൽ പലരെയും വൈകാരികതയിൽ എത്തിക്കുന്നത് പോലെ ഒരു അത്ഭുതം അവിടെ വിടുതലനായി സംഭവിച്ചില്ല. എന്നാൽ കഴുത്ത് വെച്ചു കൊടുക്കേണ്ടി വന്നിട്ടും വിശ്വാസം നഷ്ടപ്പെട്ടത് കളയാതെ നിത്യ തീരത്തെത്താൻ ആ കർത്തൃദാസന്റെ ഉള്ളിൽ വ്യാപരിച്ച ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അകത്ത് ജ്വലിക്കുന്ന രാത്രിയാകട്ടെ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന ഭൗതിക നേട്ടങ്ങളെ പർവ്വതീകരിച്ചിട്ട് അത് വിടുതലായി ചിത്രീകരിക്കുന്നവർക്ക് നടുവിൽ ഞാൻ അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവിന്റെ കരം എനിക്ക് അനുകൂലമായി ചലിക്കുന്നുവെന്നും, ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇയ്യോബിന്റെ പരിശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എന്റെ യേശുവിന്റെ ക്രൂശിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ കടന്നു പോകുന്ന വിഷയത്തിന്റെ പുറകിലും ഞാൻ സേവിക്കുന്ന എന്റെ കർത്താവിന്റെ കരം എന്റെ പിൻപിൽ ചലിക്കുന്നുണ്ടെന്നും അവൻ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കയില്ലെന്നും അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലപ്പെടുകയില്ല. നിനക്ക് വിപരീതമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. എന്റെ മണ്ണല്ല എന്റെ ലക്ഷ്യം, നിത്യതയാണ് എന്റെ ലക്ഷ്യമെങ്കിൽ എന്റെ ആയുസ്സിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഈ കർത്തൃദാസന് പുതപ്പ് പുതയ്ക്കാൻ ഭാഗ്യം കിട്ടിയോ? ഇല്ലെന്നേ, പുതപ്പ് പുതയ്ക്കാൻ ഭാഗ്യം കിട്ടിയില്ല. സ്തോത്രം. അത് ആ കത്തങ്ങെത്തുന്നതിന് മുൻപ് വിധി നടന്നു കഴിഞ്ഞു. നിങ്ങൾ അറിയണം,
എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന പരിശോധനകളെല്ലാം അന്ധകാരത്തിന്റെ ബന്ധനമാണെന്നും അത് മുഴുവൻ ലൂസിഫറിന്റെ കെട്ടാണെന്നും അത് അടുത്ത വീട്ടിലെ വരത്തുപോക്കാണെന്നും അത് കുടിയിരിക്കുന്ന ശക്തികളുടെ ആവാഹമാണെന്നും വിളിച്ചു പറഞ്ഞ ആളുകളെ വെരുട്ടുന്ന അനേക തലമുറ ശുശ്രൂഷകൾക്ക് നടുവിൽ ഞാൻ അനുഭവിക്കുന്ന പരിശോധനകളുടെ പുറകിൽ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നെന്നും ഈ ശോധനയ്ക്കകത്ത് നിന്ന് എന്നെ ജയത്തോടെ പുറത്തു കൊണ്ടുവരുവാൻ ആ കരം ബലത്തോടെ ഉയർന്നു നിൽക്കുന്നെന്നും ആത്മാവിൽ ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം. ഞാൻ അനുഭവിക്കുന്ന ശോധനയ്ക്ക് പുറകിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. മണ്ണല്ല എൻ്റെ ദൈവത്തിന്റെ പദ്ധതി, നിത്യതയാണ് എൻ്റെ ദൈവത്തിന്റെ പദ്ധതി എങ്കിൽ എന്നെ തകർക്കാൻ അവിടുന്ന് വിട്ടുകൊടുക്കില്ല. രക്തത്താൽ ജയം ഉറപ്പ് പ്രാപിച്ച എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിക്കുന്നു, പുതപ്പ് പുതയ്ക്കാൻ ഭാഗ്യം കിട്ടിയോ? ഈ കത്ത് ഈ ദൈവദാസന്റെ തിമത്തിയോസിന്റെ അടുക്കലെത്തിയപ്പോഴേക്കും സമയം പോയി. അദ്ദേഹം പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും വാരിക്കെട്ടി ഒരു കെട്ടാക്കി മുള്ളും മുരടും മലയും ചവിട്ടി താണ്ടി റോമിലെത്തി. അവിടങ്ങളിൽ തിരക്കി. തിമത്തിയോസ് തിരക്കുകയാണ്. പൗലോസ് എന്ന ഒരുവനെ അറിയുമോ? അവർക്കാർക്കും അറിയില്ല. ഇടയിൽ ഒരു സഹതടവുകാരനെ കണ്ടു. അദ്ദേഹം ചോദിച്ചു, നിന്റെ പേരാണോ തിമത്തിയോസ്? അതെ, എൻ്റെ പേരാ തിമത്തിയോസ്. നിന്റെ ആത്മീക പിതാവായിരുന്നു, നിന്റെ സ്പിരിച്വൽ ഫാദർ ആയിരുന്നു പൗലോസ്? അതെ, പൗലോസ് എന്റെ ആത്മീക പിതാവായിരുന്നു. നിന്നെ ഓർത്തെന്നും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. എൻ്റെ മകൻ തിമത്തിയോസ് വരും, അവൻ വരാതിരിക്കില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. എന്നാൽ ഒരു ദുഃഖ സത്യം നീ അറിയണം. ഇന്നലെ രാവിലെ അദ്ദേഹത്തിന്റെ ശിരച്ഛേദം ഓസ്തിക്ക് തിരിയുന്ന രാജവീതിയിൽ വെച്ച് ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി നിർവഹിച്ചു കഴിഞ്ഞു. ഇത് കേട്ട സമയം കയ്യിലെ കെട്ടു തെറിച്ചു. രണ്ടു മുട്ടും നിലത്ത് കുത്തി രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി പൗലോസിന്റെ ശിഷ്യൻ തിമത്തിയോസ് അലറിക്കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ പിതാവേ പൗലോസേ, ഞാൻ നിന്നെ ഇനി എന്നൊന്ന് നേരിട്ട് കാണും. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, ഞാൻ അനുഭവിക്കുന്ന ശോധനയ്ക്ക് പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കുന്നുവെന്നും അത് അനുഭവിച്ച് തീർക്കണമെന്നാണ് എന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ അത് സഹിക്കാനുള്ള കൃപ തരണമേ എന്നും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇടം വലം നോക്കാതെ ശബ്ദമുയർത്തി പറയണം: എൻ്റെ ആയുസിന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നത് ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ അദൃശ്യമായ കരമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ കർത്തൃദാസന്മാരുടെ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഈ സാഹചര്യത്തിൽ അതിശക്തമായ ആത്മീയ ഉണർവിന്റെ പശ്ചാത്തലത്തിൽ സെഹിയോൻ മാളികമുറിയിൽ കൊടുമുഴക്കത്തോടെ മുഴങ്ങുന്ന ദൈവ സാന്നിധ്യത്തിന്റെ വ്യാപാരം അനുഭവിച്ച ആ ദൈവത്തിന്റെ ദാസന്മാരിൽ 2 പേർ സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു മുടന്തൻ ഇരിക്കുന്നു. ശരീര വൈകല്യം കൊണ്ട് എഴുന്നേൽക്കാൻ കഴിയാത്തൊരു ബലഹീനൻ അവന്റെ നേരെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്: വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. ആ വചനത്തിന്റെ വ്യാപാര ശക്തി ആ അഭിഷിക്തന്മാരുടെ അധരങ്ങളിൽ നിന്ന് അവന്റെ സ്ഥിരകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ച ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഈ ദൂത് ഇന്ന് രാത്രിയിൽ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ വിടുവിക്കപ്പെടേണ്ട വിഷയമാണ്. നീ ഇന്ന് രാത്രി അനുഭവിക്കുന്ന ശോധനയെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ കരം തൊടാതെ ആ രോഗബന്ധനത്തെ അഴിച്ചു മാറ്റാൻ ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നോടൊപ്പം അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? വേദപുസ്തകത്തിലെ അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി യോഗം ആശീർവാദം പറഞ്ഞ് 9 മണിക്ക് നിങ്ങൾ ഈ ഓഡിറ്റോറിയം വിടുന്നതിന് മുൻപ് നിങ്ങളുടെ ശരീരത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന ചില ബലഹീനതകളെ അഴിച്ചു മാറ്റാൻ യേശുവിന്റെ കരത്തിന് ശക്തിയുണ്ട് എന്ന് ദൈവമക്കൾ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടോ? അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു.
വിശ്വസിക്കുന്നു. നാളെ നടത്താൻ ഇരുട്ടിന്റെ ശക്തികൾ നിങ്ങളുടെ കുടുംബത്തിന് നേരെ കരുതി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി 9 മണി കഴിഞ്ഞല്ല, ഈ 8 മണി കഴിയുന്ന വേളയിൽ അത് ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ യേശുവിന്റെ കരുത്തിന് ശക്തിയുണ്ട് എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ചെങ്കടൽ പിളർക്കാൻ വ്യാപരിച്ച ആ ദൈവശക്തി, എരിഹോ തകർക്കാൻ വ്യാപരിച്ച ആ ദൈവശക്തി, യോർദാൻ മുറിക്കാൻ വ്യാപരിച്ച ആ ദൈവശക്തി, സൂര്യചന്ദ്രാദികളെ നിലയ്ക്ക് നിർത്താൻ വ്യാപരിച്ച ആ ദൈവശക്തി ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഒരാൾ തയ്യാറായാൽ നിന്റെ കടുങ്കെട്ട് വീണ വിഷയത്തിനകത്തേക്ക് ഇറങ്ങി വന്ന് ആ വിഷയത്തെ അഴിച്ചെടുക്കാൻ ഇന്ന് രാത്രിയും കഴിയുന്നതാണ്. അസാധാരണമായ ദൈവപ്രവൃത്തിക്ക് ഈ രാത്രിയിൽ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, നടക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയുന്നു, അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല. ഗ്ലോറി 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 ഗ്ലോറി. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ചിലത് കാണട്ടെ. ഞാൻ ഈ രാത്രി പുൾപിറ്റിൽ നിന്ന് വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്ര, തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിലെ വെൺമാടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പത്രോസിന്റെ അഡ്രസ്, കൊർന്നല്യോസിന്റെ മുറിക്കകത്ത് ഒരു ദൂതനെ വിട്ട് കൈമാറ്റം ചെയ്ത ആ കരം, നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾക്കകത്ത് നിന്റെ കൈ തൊടാതെ, ഇമെയിൽ ഇല്ലാതെ, ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, വാട്സപ്പ് മെസ്സേജ് ചെല്ലാതെ, നിന്റെ കൈ തൊടാതെ ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ ശക്തിയുടെ കരമാണ് ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവിന്റെ കരം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ആ അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ആ അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, നിർജീവമായൊരു ദൈവത്തെയല്ല ഇന്ന് രാത്രി ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തി അസാധാരണമാണ്. ഞാൻ ചോദിക്കട്ടെ, ഓരോ സംഭവങ്ങൾ എടുക്ക്, ജീവിക്കുന്ന ദൈവമുണ്ടോ? ഞാൻ ഈ രാത്രി ഈ പുൾപിറ്റിൽ നിന്ന് ഉറപ്പിച്ചു പറയുന്നു, ജീവിക്കുന്ന ദൈവം ഉണ്ടെന്ന് മാത്രമല്ല, നിന്റെ സ്ഥിരകളിൽ ആധിപത്യം പുലർത്തുന്ന രോഗശക്തികളെ ആ ദൈവശക്തി ഇന്ന് രാത്രി ഒഴുകിയിറങ്ങിയാൽ അതിന് വിടുവിച്ചെടുക്കാൻ കഴിയും. ആ ചെവിത്തടങ്ങളിലേക്ക്, ആ ബലഹീനന്റെ കർണപുടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന യേശുവിന്റെ നാമത്തിന്റെ ശക്തി അവന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ വ്യാപരിച്ച്, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലൂടെ ഇറങ്ങിച്ചെന്ന്, അവന്റെ ഉദരത്തിലൂടെ വ്യാപരിച്ച്, അവന്റെ 2 കാലുകളെയും വളർച്ചയില്ലാതെ കുരുടാക്കി ബന്ധിച്ചിരിക്കുന്ന നേർവ് സിസ്റ്റത്തെ തകർത്ത് രക്തധമനികളിലേക്ക് ഓട്ടം ശരിയാക്കി സെക്കൻഡുകൾ കൊണ്ട് അവനെ തുള്ളിച്ചാടുമാറാക്കിയ അതേ ദൈവശക്തി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. ഈ രാത്രി ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. സ്തോത്രം ചെയ്യാനായിട്ട് കഴിയുമോ? ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് എത്ര പേർക്ക് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇപ്പോൾ സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയും? ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന 100 അടിയിലധികം പൊക്കമുള്ള ദൈവത്തിന് സ്തോത്രം, റാഹാബ് എന്ന മ്ലേച്ഛ സ്ത്രീയുടെ വീട് വെക്കത്തക്ക വലിപ്പം ഏറ്റവും മുകളിലുള്ള ആ കാലഘട്ടത്തിലെ ചരിത്ര സ്മാരകമായിട്ട് ഭൂഗർഭ ശിലകളിൽ നിന്ന് ഇന്നും കുഴിച്ചെടുക്കപ്പെട്ടിട്ടുള്ള എരിഹോവിന്റെ കനത്ത കോട്ടകൾക്ക് ചുറ്റും പെട്ടകം വഹിച്ച പുരോഹിതന്മാർ ചുറ്റിത്തിരിഞ്ഞിട്ട് 7 പ്രാവശ്യം കാതെ അവർ നീട്ടി ഊതുന്ന ആ ശബ്ദത്തിന്റെ മുൻപിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചത് അവരുടെ അടിത്തറ തുരക്കാൻ ആളിനെ ആക്കിയത് കൊണ്ടല്ല, ഗോവേണി വെച്ച് കയറി യുദ്ധം ആക്രമിച്ചതുമല്ല, കാഹളത്തിന്റെ ഉരത്ത നാദം മുഴങ്ങിയപ്പോൾ ഭൂഗർഭ ശിലകളെ പൊളിച്ചു മാറ്റി ഇതിനെ ആഴത്തിലേക്ക് ഇറക്കിക്കളഞ്ഞ കരമാണ് ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവിന്റെ കരമെങ്കിൽ ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ പറയാം, പെട്ടകം വഹിച്ച പുരോഹിതന്മാരുടെ പാദങ്ങൾ യോർദാനിൽ ചവിട്ടിയ വേളയിൽ ആ യോർദാൻ 2ആയി മുറിഞ്ഞു മാറിയത് അത് സങ്കല്പമല്ല, അത് വേലിയേറ്റമല്ല, അത് വേലിയിറക്കമല്ല, എന്റെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ്. കാരണം പ്രവചിച്ചതുപോലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. പെട്ടകം വഹിച്ച പുരോഹിതന്മാരുടെ പാദം തൊട്ട ഉടനെ യോർദാന്റെ മേലൊഴുക്ക് മുറിഞ്ഞാണ് ആ ദൈവപ്രവൃത്തി സംഭവിച്ചിരിക്കുന്നത്. ആധാർ പട്ടണം വഴി വെള്ളം വാർന്നു പോകത്തക്ക വിധത്തിൽ 30 ലക്ഷം അക്കരെ കടക്കത്തക്ക വിധത്തിൽ ഈ ഒഴുക്കിനെ ദൈവം മുറിച്ചു നിർത്തുക തന്നെ ചെയ്തു. ഇവിടെ നിന്ന് ചില കല്ലുകൾ ജ്ഞാപക സ്തംഭമായി കരയിൽ നാട്ടത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി നടന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. എന്നാൽ
ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ദൈവത്തിന്റെ അനാദി നിർണയത്തിന്റെ ഭാഗമാണ്. ചില വ്യക്തികൾ അനുഭവിക്കുന്ന അസാധാരണ വിടുതൽ, ചില വ്യക്തികൾ അനുഭവിക്കുന്ന അസാധാരണ കഷ്ടത. എന്നാൽ ഇതിന് നടുവിൽ ഉത്തരം ഒന്നേ ഉള്ളൂ. ഞാൻ അനുഭവിക്കുന്ന വിടുതലിന്റെ പുറകിലും, ഞാൻ അനുഭവിക്കുന്ന സൗഖ്യത്തിന്റെ പുറകിലും, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിലും ഒരുപോലെ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഞാൻ കഷ്ടത സഹിക്കുന്നത് കൊണ്ട് എൻ്റെ ദൈവം പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ വിടുതൽ അനുഭവിച്ചത് കൊണ്ട് കഷ്ടത സഹിക്കുന്ന നീ പാപിയാണെന്നല്ല, ഒഴുക്കിയ കണ്ണുനീരിനാണ് കുടിച്ച വീഞ്ഞിനേക്കാൾ നിത്യതയിൽ പ്രതിഫലമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഉറപ്പായി പറയണം, ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ റോസാപ്പൂക്കൾക്ക് മാത്രമല്ല, ഞാൻ സഹിക്കുന്ന മുള്ളുകൾക്ക് പുറകിലും എൻ്റെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഈ സംഭവങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ആ ദൈവദാസന്റെ, ആ സഹോദരന്റെ ശരീരത്തിൽ സൗഖ്യമായി വ്യാപരിച്ചപ്പോൾ അതിഭീകരമായ വിധത്തിലുള്ള പീഡന താഠനമാണ് അവിടെ നടന്നത്. നിങ്ങൾ ഓർക്കണം, ദൈവത്തിന് സ്തോത്രം, ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവഭക്തന്മാർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകമാണ്, കർത്താവേ സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇത് ആക്സിഡന്റ് അല്ല, എൻ്റെ പരിശോധനയുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം ഉയർന്നു നിൽക്കുന്നു. ആ വലത് കരം ദൈവമക്കൾക്കൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഞാൻ അനുഭവിക്കുന്ന പരിശോധനകളുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം ഉയർന്നു നിൽക്കുന്നു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തിപ്പറ, എന്നെ കുറിച്ച് ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും സംഭവിച്ചിരിക്കുന്നു സത്യം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മുൻ നിയമനമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവത്തിന്റെ പുറകിൽ ചലിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, റോമാലേഖനം 8-ാം അധ്യായം വിശ്വാസ സമൂഹത്തിന് ഏറ്റവും ആനന്ദമുള്ള അധ്യായമാണ്. 1-ാമത്തെ ഭാഗം, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ യാതൊരു സൃഷ്ടിക്കും ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആ ബോധ്യം അകത്ത് തിളയ്ക്കുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ ആത്മാവിൽ ഉറപ്പായി പറയണം, ഞാൻ അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കുന്നു. കാരണം നിന്നെ സമൃദ്ധിയിൽ ആറാടിപ്പിച്ച് പറുദീസ വിട്ട് നിത്യ നരകത്തിൽ എത്തിക്കുകയല്ല ദൈവത്തിന്റെ പദ്ധതി. നിന്നെ ഒരുക്കിയെടുത്ത് നിത്യതയിൽ എത്തിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ ഉറപ്പായി പറയണം, അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, സകലതും നന്മയ്ക്കെന്ന് ഈ പുസ്തകം പറയുന്നില്ല, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് മാത്രമേ ഈ പുസ്തകം പറയുന്നുള്ളൂ. നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് അതിൽ തന്നെ തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ ആ തിന്മയെ ചേർത്ത് വെച്ചിട്ട് ഒടുവിൽ നന്മയാക്കി മാറ്റുന്ന ഒരു കരമാണ് ഈ ജീവന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നതെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, ഇന്ന് എനിക്കിത് തിന്മയാണെങ്കിലും എൻ്റെ ദൈവത്തെ സേവിക്കുന്ന എനിക്ക് ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി ഇത് പരിണമിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് രാത്രി ഇവിടുന്ന് ദൈവമക്കളോട് ചോദിക്കട്ടെ, സകലതും നന്മയ്ക്കാണോ? അല്ല, സകലതും നന്മയ്ക്കല്ല, അത് തിന്മ തന്നെയാണ്. ചില കാര്യങ്ങൾ അതിൽ തന്നെ തിന്മ തന്നെയാണ്. ജോസേഫേ, പൊത്തിപ്പേറിന്റെ വീടും ചെയ്യാത്ത കുറ്റത്തിന്റെ ദുരാരോപണങ്ങളും സ്തോത്രം തുണിത്തുണ്ടുയർത്തിയ തെളിവും അപമാനിക്കപ്പെട്ട് തല താഴ്ത്തിയതും എല്ലാം അതിൽ തന്നെ നന്മയാണോ? അല്ല, അതിൽ തന്നെ തിന്മയാണ്. എന്നാൽ സഹോദരന്മാർ ഒഴുക്കിയ പൊട്ടക്കുഴിക്കകത്തുകൂടെ അവർ തയ്യാറാക്കിയ പദ്ധതികളുടെ ഇടയിലൂടെ
ലൂത്തിപ്പേറിന്റെ ഭാര്യ വിരിച്ച കണികൾക്ക് നടുവിലൂടെ ആ കാരാഗ്രഹത്തിനകത്തുകൂടെ സിംഹാസനത്തിലേക്ക് ഒരു വഴി വെട്ടിത്തെളിച്ച ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെങ്കിൽ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന തിന്മകളുടെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ കരം ഉയർന്നു നിൽക്കുന്നു. ആ ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ആ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറയണം, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, വാക്യം ദൈവമക്കൾ ശ്രദ്ധിക്കണം. 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ ദൈവം നിന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പറയണം ആ വേദഭാഗം. 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം നിന്നെ ഈ ഭൂമിയിൽ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രന് അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് തല കുമ്പിട്ട് സ്തോത്രം ചെയ്യാതെ മൗനമായിരുന്നു മടങ്ങുകയല്ല ചെയ്യേണ്ടത്. വിളിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി അസാധാരണ ആത്മധൈര്യം സിരകളിൽ വ്യാപരിക്കുന്ന ബോധ്യത്തോടെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ പറയണം, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം എൻ്റെ നന്മയ്ക്കായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, മുന്നറിവ് എവിടെ തുടങ്ങിയതാണ്? മുൻ നിയമനം എവിടെ തുടങ്ങിയതാണ്? വിളി എവിടെ ആരംഭിച്ചതാണ്? ദൈവത്തിന് സ്തോത്രം. നീതീകരണം എങ്ങനെ സംഭവിച്ചതാണ്? തേജസ്കരണം എപ്പോൾ നടക്കുന്നതാണ്? എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ചെവി തുറന്ന് കേൾക്കണേ. ഇന്ന് ഉയർന്നു നിൽക്കുന്ന സകല ദുരുപദേശങ്ങളുടെ കുത്തൊഴുക്കുകൾക്ക് നടുവിൽ ഭൗതിക നേട്ടങ്ങളെ കച്ചവടവൽക്കരിക്കുന്ന ആത്മീയത തുടികൊട്ടുന്ന പശ്ചാത്തലത്തിൽ ഈ വചനം ഉറപ്പായി വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയണം, 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം എന്നെ ഇവിടെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ പുറകിലുള്ള ദൈവത്തിന്റെ പദ്ധതി ഇന്നലെ തുടങ്ങിയതല്ല, എൻ്റെ ദൈവത്തിന്റെ അനാദി പദ്ധതിയിൽ ആരംഭിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുന്നറിവ്, മുൻനിർണയം, വിളി, നീതീകരണം, തേജസ്കരണം, ഈ 5 കൂട്ടം കാര്യം കൂടപ്പിറപ്പേ നിന്നെ കുറിച്ച് ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ഒന്നുകൂടെ ഞാൻ പറയാം. മുന്നറിവ്, മുൻനിർണയം, വിളി, നീതീകരണം, തേജസ്കരണം, ഈ 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ ദൈവം ഈ ഭൂമിയിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ചത്. മുന്നറിവ് എന്താ? മുന്നറിവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അത് വിശ്വസിക്കുന്നവർ, യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പ് പ്രാപിച്ചവർ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ, എൻ്റെ ദൈവം എന്നെ ഇന്നലെ കണ്ടതല്ല. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. എന്നെ എൻ്റെ തമ്പുരാൻ ചിട്ടിക്കെടുത്തതല്ല, എന്നെ എൻ്റെ ദൈവം പാട്ടത്തിന് പിടിച്ചതല്ല, എന്നെ എൻ്റെ ദൈവം ഒറ്റയ്ക്ക് പിടിച്ചതല്ല, എൻ്റെ ദൈവം എനിക്ക് വഴിയിൽ നിന്ന് തമ്പുരാൻ എന്നെ കളഞ്ഞു കിട്ടിയതല്ല. ലോകസ്ഥാപനത്തിന് മുൻപേ ഈ സാധുവായ എന്നെ നിത്യതയ്ക്കായി പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം ജനിക്കാൻ അനുവദിച്ചതെങ്കിൽ ഇന്ന് രാത്രി സകല പൈശാചിക വേതാള ശക്തികളും കേൾക്കെ ആരാധിക്കുന്ന നീ ആത്മാവിൽ പറയണം, എൻ്റെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് ഇന്നലത്തെ ആലയത്തിൽ വന്ന് മുട്ടുമടക്കിയപ്പോഴല്ല. ഈ ഭൂമിക്ക് എൻ്റെ ദൈവം വൃത്തം വരയ്ക്കുന്നതിന് മുൻപ് ആ പുരാതനകാല നിത്യതയിൽ. ഗ്ലോറി, ഹല്ലേലൂയ. പണ്ടത്തെ ഭക്തന്മാരുടെ പാട്ടൊക്കെ അതിന് പ്രാധാന്യം നൽകിയതായിരുന്നു അല്ലേ? നിങ്ങൾ ചിന്തിച്ച അന്ന് ആത്മാവിൽ ആരാധിച്ച സമയം അകം കത്തി നിത്യതയുടെ ദർശനത്തിലായിരുന്നു. അതായിരുന്നു ആത്യന്തിക ലക്ഷ്യം. ഇവയിൻ ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം, ഇവയിൻ ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം, ഇവയെ പറ്റി ഞാൻ ഇരവും പകലും പാടും ഗീതം സാനന്ദം,
ഈഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതു താനേ എനിക്കാലംബം. ഈഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതു താനേ എനിക്കാലംബം. ബാക്കി കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. കാണും മോക്ഷപുരേ താതൻ ചാരേ. ആ പാട്ട് അതൊക്കെ ഭക്തന്മാർ പാടി ആരാധിച്ചതല്ലേ? സ്തോത്രം. എത്ര ശക്തമായ ഒരു ആരാധനയിൽ ഉപയോഗിച്ചു. വിടുമില്ലാരുമില്ലൊന്നുമില്ലീ ലോകത്തിൽ നമുക്കൻ ഓർക്കുക നീ, വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു. ആ കരമൊന്ന് ഉയർത്തിപ്പാടാമോ? ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ? വിശ്രമവാസത്തിൽ ആകുമോ നാം? കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആ ഭക്തന്മാരുടെ പാട്ടിന്റെ ട്യൂൺ മനസ്സിലാക്കിയില്ലേ? ദൈവത്തിന് സ്തോത്രം. എന്താ അവരുടെ ആത്യന്തിക ലക്ഷ്യം? നിത്യതയാണ് അല്ലേ? ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി വാ തുറന്നെന്ന് പറഞ്ഞ് ആത്യന്തിക ലക്ഷ്യം നിത്യതയാണ്. ഇവിടുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ പറയണം, എൻ്റെ അകത്തും എൻ്റെ സിരകളിലും തിളയ്ക്കുന്നത് ആ നിത്യതയുടെ സൗന്ദര്യമാണ്. സ്തോത്രം. ലോക സുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ചാൽ, ലോക സുഖ സൗകര്യങ്ങൾ. ഗ്ലോറി. ഞാനിന്ന് രാത്രി പറയട്ടെ, ശരിക്കും ആത്മലോകത്തിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ അപകടാവസ്ഥ നമുക്ക് താളം കൊണ്ട് പാട്ടിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അത് വലിയൊരു അപകടമാണ്. ഭക്തന്മാർ പാടിയ ഈ പാട്ടുകളും നമ്മുടെ ജീവിതാനുഭവവും തമ്മിൽ ഇന്ന് യാഥാർത്ഥ്യത്തിൽ ഒരു ബന്ധവുമില്ല. കാരണം ആവർത്തിക്കുന്ന ഏത് കാര്യത്തെയും ഉപബോധ മനസ്സേറ്റെടുക്കും. ഉപബോധ മനസ്സേറ്റെടുത്താൽ ബോധപൂർവമുള്ള യാതൊന്നും ആവശ്യമില്ല. ഉപബോധ മനസ്സിന്റെ നിയന്ത്രണത്തിലായിരിക്കും അത്. ആദ്യമായി ഡ്രൈവിംഗ് പഠിച്ച രംഗം ഓർമ്മയുണ്ടോ? സ്റ്റിയറിങ് അങ്ങോട്ട് കയ്യിൽ കിട്ടിയ ആദ്യത്തെ സമയം, സീറ്റിലോട്ട് കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ സമയം കണ്ണ് നേരെ താക്കോൽ പഴുതിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞു. പിന്നെ ബ്രേക്ക് ചെയ്യാനോ ആക്സിലേറ്റർ എടുക്കാനോ ക്ലച്ച് എടുക്കാനോ ഒക്കെ ആ കാലയിലോട്ട് ഓടി നടന്നു കണ്ണ്. പിന്നെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ണ് അവിടെ എത്തിക്കഴിഞ്ഞു. മുൻപിൽ പോയി, പുറകിൽ പോയി, താഴെ പോയി, മുൻപിൽ പോയി. അങ്ങനെ വളരെ ശ്രദ്ധിച്ചായിരുന്നു ആദ്യം വണ്ടി ഓടിച്ചത്. ഒരു കുറച്ച് ആവർത്തിച്ച് കഴിഞ്ഞപ്പോ ഇപ്പോ വണ്ടിയുടെ സീറ്റിലോട്ട് കയറിയിരുന്ന് കഴിഞ്ഞാൽ ഏത് കയറ്റം കയറണം, ഏത് ഇറക്കം ഇറങ്ങി വരണം, ഏത് ഗിയർ ചേഞ്ച് ചെയ്യണം, ഇതിനൊന്നും ബോധ മനസ്സിന്റെ ആവശ്യമില്ല. ഉപബോധ മനസ്സ് കാര്യമേറ്റു കഴിഞ്ഞു. സ്തോത്രം. അപ്പോൾ ആവർത്തിച്ചൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഒരു കയ്യിൽ ഫോണും പിടിച്ച് ചെവിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയം ഇന്ന കയറ്റത്തിൽ ഇന്ന ഗിയർ ചേഞ്ച് ചെയ്യണമെന്നൊന്നും മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട. ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ ഉപബോധ മനസ്സ് ഏറ്റെടുത്തതിനാൽ ബോധ മനസ്സിന്റെ ബന്ധം ആ വിഷയത്തിലില്ല. ഇല്ലേ? ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? പാടാൻ വരുമ്പോ നമ്മൾ പാടും എന്താ? ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ. ഉപബോധ മനസ്സ് ഏറ്റെടുത്ത ആവർത്തനമാണ്. യഥാർത്ഥത്തിൽ അകം കത്തുന്നില്ലിതിൽ. എന്നാൽ ഇന്ന് രാത്രി ദർശനം പ്രാപിച്ച പഴമയുടെ കാഴ്ചപ്പാട് വിടാത്ത ഒരുപറ്റം ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവർ പറയും, എൻ്റെ ദർശനം ഉപബോധ മനസ്സ് ഏറ്റെടുത്തിട്ട് ഞാൻ ആവർത്തിക്കുകയല്ല. ഇന്ന് രാത്രി അസാധാരണ ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നു. എനിക്കറിയാം എൻ്റെ നിത്യതയാണ് എനിക്ക് വലുത്. എന്നെ കുറിച്ച് എൻ്റെ ദൈവത്തിന് അനാദി നിർണയത്തിൽ പ്ലാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സഹോദരിമാര് മീൻകറി വെക്കും. സഹോദരിമാര് മീൻകറി വെക്കുമ്പോൾ സാധാരണ ഭർത്താവും പിള്ളേരും മാത്രമേ ഉള്ളെങ്കിൽ വയ്ക്കുന്ന മീൻകറിയും, എന്നാൽ ഇന്ന് ബന്ധുക്കാരെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ
ഉണ്ടാക്കുന്ന മീൻകറിക്കും ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. ഒന്നാമത്തേത് ആവർത്തിച്ചാവർത്തിച്ച് ചെയ്ത് ഉപബോധമനസ് ഏറ്റെടുത്ത ഒരു പരുവത്തിലെ മീൻകറിയാ. മറ്റേത് വളരെ സൂക്ഷ്മതയോടെ ആലോചിച്ച് ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ ഇന്ന് രാത്രി ഒരു വസ്തുത പറയാം. ആവർത്തന വിരസത കൊണ്ട് ഒഴുക്ക് നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് അഭിനയമല്ല ആത്മീയത. ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ജീവന്റെ വചനം ഉറപ്പായി പറയുന്നെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിൽ ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവിന്റെ കരം ചലിക്കുന്നു. ഇത് തിന്മയായി തീരില്ല. ഒടുവിൽ എൻ്റെ ദൈവം ഇത് നന്മയ്ക്കായി പരിണമിപ്പിക്കും. അതിൽ തന്നെ പലതും തിന്മ തന്നെയാ പ്രിയരെ, അതിൽ തന്നെ തിന്മയാ. നമുക്കറിയാം, മുൻപേ ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. മീൻകറിക്കകത്ത് പുരുഷന്മാരായ ഞങ്ങളും ഗതികെട്ടാൽ പുല്ലും തിന്നും എന്ന് പറഞ്ഞതുപോലെ അത്യാവശ്യത്തിന് മീൻകറി വയ്ക്കും അല്ലേ? എന്തൊക്കെയുണ്ട് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്നറിയാമോ? എന്തൊക്കെയുണ്ട് മീൻകറിക്കകത്ത്? നമ്മുടെ മധ്യ തിരുവിതാംകൂർ ഈ പരിസരങ്ങളിലൊക്കെയുള്ള മീൻകറിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയുണ്ട്? മുളക് പൊടിയുണ്ട്, ഇഞ്ചിയുണ്ട് ഇല്ലേ, സ്തോത്രം, വെളുത്തുള്ളിയുണ്ട്, ഒഴിവാക്കാനേ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, കുറച്ച് വെളുത്തുള്ളി വായിലിട്ട് പച്ചയ്ക്ക് ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കാവുന്നവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? കുറച്ച് മുളക് പൊടി അലുവ കഴിക്കുന്നത് പോലെ ഇടയ്ക്ക് വായിലിട്ട് ഞൊണഞ്ഞ് കഴിക്കാവുന്ന ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഇതിനകത്ത് ചേരുവകൾ കൊടുത്തിരിക്കുന്നതൊന്നും തന്നെ അതിൽ രുചികരമല്ല. എന്നാൽ ഇത് അനുപാതത്തിൽ ഒരു പാത്രത്തിൽ യോജിച്ച് അതിനകത്ത് മീൻ കഷണവുമായി അനുപാതത്തിലെ വെള്ളം കൂടെ ചേർന്ന് വെന്തിച്ചാറ് കുറുകി കഴിയുമ്പോൾ വായിൽ കപ്പലോടിക്കാം എന്ന് പറയുന്നത് പോലെ ഒരു പരിവർത്തനം അടുപ്പിനകത്ത് നടക്കുന്നത് പോലെ ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന ശോധനയ്ക്കകത്തേക്ക് എൻ്റെ ദൈവത്തിന്റെ പ്രോസസ്സിങ് അനുവദിച്ചു കഴിയുമ്പോൾ ഇത് തിന്മയാണെങ്കിലും എൻ്റെ ദൈവം ഒടുവിലത്തെ അധ്യായത്തിൽ അത് നന്മയാക്കി മാറ്റും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം, എൻ്റെ ദൈവത്തിന്റെ അനാദി നിർണയം എൻ്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നത് കൊണ്ട് ഈ രാത്രി ഇത് തിന്മയാണെങ്കിലും അവസാനത്തെ അധ്യായത്തിൽ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റാൻ തുടങ്ങുന്ന രാത്രിയാണ്. ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി, മേഘം പോലെ ദൈവത്തിന്റെ തേജസ് ഈ ഓഡിറ്റോറിയത്തെ മൂടി നിൽക്കുന്ന രാത്രി, നിന്റെ ആത്മദർശനത്തെ ബന്ധിച്ച് നിന്നെ ദൈവം കൈവിട്ടെന്ന് പറയത്തക്ക വിധത്തിൽ നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്നത് ശാപത്തിന്റെ കെട്ടുകളാണ് എന്ന് വരുത്തി തീർക്കത്തക്ക വിധത്തിൽ വാദിക്കുന്ന ആധിപത്യങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ മുറിച്ചു മാറ്റിയിട്ട് ഇരിക്കുന്ന ഈ ശബ്ദം ഉയർത്തി പറയണം, എൻ്റെ ദൈവം എനിക്ക് തിന്മയ്ക്കാക്കില്ല, ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. ഈ ബോധ്യമുള്ള ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രത്തോടെ പറയണം, എൻ്റെ ദൈവം ഇത് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. സ്തോത്രം. ഞാൻ ഈ രാത്രി പറയാം, ദാവീദിന്റെ കഷ്ടതയുടെ പുറകിൽ വ്യാപരിച്ച അനുഗ്രഹവും ശലോമോന്റെ സമൃദ്ധിയുടെ പുറകിൽ വ്യാപരിച്ച പൈശാചിക ചതിവുമുണ്ട്. അനുവദിച്ചിരിക്കുന്ന സമൃദ്ധിയുടെ പുറകിൽ പിശാചിന്റെ കണി സാത്താൻ ഒളിച്ചു വച്ചിരിക്കുമ്പോൾ എനിക്ക് അനുവദിച്ച പരിശോധനയുടെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതി ഒളിച്ചിരിക്കുന്നു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി തല കുമ്പിട്ടിരുന്ന് നിരാശപ്പെട്ട് എഴുന്നേറ്റ് പോകേണ്ടവളല്ല. ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ പറയണം, ഞാൻ സഹിക്കുന്ന ഈ ശോധനയുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരം മറഞ്ഞിരിക്കുന്നു. ഇന്ന് എനിക്കത് തിന്മയാണെങ്കിലും എൻ്റെ ദൈവം ഒടുവിലത്തെ അധ്യായത്തിൽ വരുമ്പോൾ അത് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഈ വചനം ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികൾക്ക് നേരെ ആത്മാവിൽ വിരൽ ചൂണ്ടി പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ വിവേചിക്കുകയാണ്. ഈ യോഗത്തിന് വരാൻ കഥകടച്ച് വീട്ടിൽ നിന്ന് പുസ്തകവുമായി പുറത്തിറങ്ങിയപ്പോഴും നിന്റെ ഉള്ളിൽ കത്തുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു അസാധാരണ ദൈവ സാന്നിധ്യം നിന്റെ മേൽ മേഘം പോലെ ഇന്ന് രാത്രി മൂടുകയാണ്. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ് ആരാധിക്കുന്ന നിന്റെ ശരീരത്തിന്റെ സിരകളുടെ മേൽ പരിശുദ്ധാത്മ പകർന്നിട്ട് പറയുന്നു, ഇല്ല, സംഭവിക്കണമെന്ന് എന്റെ ദൈവം മുൻനിർണയിച്ചത് മാത്രമേ നിന്റെ ആയുസ്സിൽ സംഭവിക്കൂ. ഇതിന്റെ പുറകിൽ മനുഷ്യന്റെ കരമല്ല. ഗ്ലോറി 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 ഗ്ലോറി. സ്തോത്രം പറയാൻ എത്ര പ്രിയപ്പെട്ടവരുടെ നാവുകൾ ചലിക്കും.
സ്തോത്രം പറയാൻ എത്ര ദൈവമക്കളുടെ നാവുകൾ ചലിക്കും. എൻ്റെ ദൈവം നിനക്ക് അനുവദിച്ചിരിക്കുന്ന ശോധനയുടെ പുറകിൽ ഒരു കരം ഉയർന്നു നിൽക്കുന്നത് ആത്മാവിൽ കാണുന്നുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞു ദൈവത്തെ ആരാധിക്കണം. നീ അനുഭവിക്കുന്ന ചില പരിശോധനകളുടെ മേൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിട്ട് നീ എഴുന്നേൽക്കുന്നതിന് മുൻപ് എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയാമോ, ഈ പുസ്തകത്തിനകത്ത് ഭക്തന്മാരുടെ ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിക്ക്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വേദപുസ്തക ചരിത്രത്തിൽ ആദാം കഴിഞ്ഞാൽ ദൈവത്തെ നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് 40 വർഷം 30 ലക്ഷം ജനത്തിന് ട്രാൻസ്ഫർ ഇല്ലാത്ത പാസ്റ്ററായിരുന്ന മോശ ഉപദേശി മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ആദം കഴിഞ്ഞാൽ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, മഹാദൈവത്തെ ആദമിനെ പോലെ കണ്ടവരാരുമില്ല. സർവശക്തൻ തൻ്റെ കരുത്തുറ്റ കരങ്കുലികളിൽ കരുതിക്കൂട്ടി കളിമണ്ണിൽ കൈക്രിയ നടത്തി ആദം എന്ന രൂപത്തെ ഉണ്ടാക്കിയപ്പോൾ മനുഷ്യ ജന്മമല്ലായിരുന്നു, അത് അസാധാരണമായ യൗവന ജന്മമായിരുന്നു. ആ മൺബൊമ്മ കൺകുളിർക്ക കാണത്തക്ക വിധം ആ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവം ജീവശ്വാസം എന്ന് ഊതിക്കഴിഞ്ഞപ്പോൾ അവൻ കണ്ണിമ വെട്ടി ആദ്യം തുറന്ന് കണ്ടത് അവന്റെ ദൈവത്തെയാണ്. സ്തോത്രം. എല്ലാ വൈകിട്ടുകളും ഒരുമിച്ച് കൈകോർത്ത് നടക്കത്തക്ക വിധം ഏദനിൽ അവിടുത്തെ സാന്നിധ്യം നേരിട്ടറിഞ്ഞവനാണ് ആദം. എന്നാൽ ആദം കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നേരിട്ട് കാണുക മാത്രമല്ല, നിങ്ങൾക്കറിയാം 1.5 മൈൽ ആഴവും 2 മൈൽ വീതിയുമുള്ള അത് ചെങ്കടലിന്റെ മുൻപിൽ ഒരു കാട്ടുവടി നീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ യോർദാൻ 2ആയി മുറിഞ്ഞു മാറത്തക്ക വിധം വ്യാപരിച്ച ദൈവശക്തി സാധാരണ ദൈവശക്തിയല്ല. ഉറക്കം തൂങ്ങികൾക്ക് ഇത് മനസ്സിലാകില്ല. അകത്ത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കറിയാം അവിടെ പെയ്തിറങ്ങിയത് അസാധാരണ ദൈവശക്തിയാണ്. എതിരെ വിമർശനത്തിന് കരമുയർത്തിയ കോരഹ്, നാദാം, അബീരാം, ഓൻ എന്നിവരെ ഭൂമിയെ കൊണ്ട് വായ് പിളർത്തി വിഴുക്കിച്ച സമയം വ്യാപരിച്ച ദൈവശക്തി അസാധാരണമാണ്. കരങ്ങളൊന്ന് ഉയർത്തി കഴിഞ്ഞപ്പോൾ ദൈവശക്തി വ്യാപരിച്ചിറങ്ങിയിട്ട് യോശുവയുടെ കരത്തിന്റെ പുറകിൽ ശത്രുക്കളെ സംഹരിക്കാൻ ബലമുയർന്നത് അസാധാരണ ദൈവശക്തിയാണ്. എന്നാൽ ഈ ദൈവദാസൻ പർവ്വതത്തിന് മുകളിൽ ചെന്ന് കവിണങ്ങോട്ട് വീണിട്ട് പറഞ്ഞെന്നറിയാമോ, എന്നെ കൊന്നുകളയണമേ, എന്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ എന്ന് പറഞ്ഞാൽ, ദൈവമേ മതി, ആത്മഹത്യ ചെയ്യണം എന്നാണ് ആഗ്രഹമെങ്കിലും മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ ജീവൻ എടുക്കണം. ഞാൻ ഇന്ന് രാത്രി ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കണമെന്ന് നിന്റെ ആയുസ്സിൽ ദൈവം നിർണയിച്ച ചില കാര്യങ്ങൾ അസാധാരണ ശോധനകളായി സംഭവിക്കുമ്പോൾ നിന്റെ ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ അധരം ചലിപ്പിക്കരുത്. ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ പറയണം, ഇത് പരിണമിപ്പിക്കാൻ പോകുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാൻ തുടങ്ങുകയാണ്. ഈ ദൂത് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തരുന്ന നിയോഗം ഞാൻ വിളിച്ചു പറയട്ടെ. ദൈവത്തിൻ്റെ ദാസൻ ദാവീദ് പറഞ്ഞ വാക്കുകൾ അഭിഷിക്തന്മാരിൽ ചിലരോട് ദൈവാത്മാവ് പറയുന്നു, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറന്നുകൊള്ളുമായിരുന്നു. കൊടും ചതിക്ക് നടുവിൽ ഈ കർത്തൃദാസൻ വാവിട്ടലറിയില്ലേ, അബ്ബ പിതാവ് ശാലേം സമാധാനം, അബ്ശാലോം അപ്പന് സമാധാനം. സ്വന്തം പിതാവിന് നേരെ കൂട്ടുകെട്ടുണ്ടാക്കി ഒരു കൊടുങ്കാറ്റ് പോലെ മകൻ അടുക്കുമ്പോൾ കൊട്ടാരം വിട്ട് നമ്മുടെ രക്ഷകനെ പോലെ ഒലിവുമലയുടെ കയറ്റം കയറി തലയിൽ തലമൂടാതെ അത് ചെരുപ്പിടാതെ അലറിക്കരഞ്ഞുകൊണ്ട് ഈ കർത്തൃദാസൻ കരഞ്ഞുയരുകയല്ലേ. എന്നാൽ ഇത് എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു? ഈ ദൂതിന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, അവനാണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ, നിങ്ങളുടെ ജീവന്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിനക്കെതിരെ കരുതിക്കൂട്ടി കരുനീക്കങ്ങളുമായി അടുത്തു വരുന്ന വ്യക്തികളുടെ ജീവിതത്തെ എൻ്റെ ദൈവത്തിന്റെ കരം ചലിച്ചു കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് അവൻ യാത്ര ചെയ്ത കോവർ കഴുതയെ, അവൻ കുതിരയെ എൻ്റെ ദൈവം ആരാച്ചാരാക്കി മാറ്റി. അവന്റെ തലയിലെ തലമുടിയെ എൻ്റെ ദൈവം തൂക്കുകയറാക്കി മാറ്റി. അവന്റെ മുൻപിൽ ഉയർന്നുന്ന ആ കരിവേലകത്തെ എൻ്റെ ദൈവം കുലമരമാക്കി മാറ്റി. വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ മണിക്കൂറുകൾ ആവശ്യമില്ല. നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്തത്തക്ക വിധം എൻ്റെ ദൈവത്തിന്റെ കരം പ്രതികൂലത്തിനകത്ത്
ഇറങ്ങി വന്ന് ഇടപെടും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി പറ, ഈ കയ്പ് തിന്മയ്ക്കല്ല, ഇത് ഒടുവിലത്തെ സമയം നന്മയ്ക്കായി വ്യാപരിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, സാധാരണ നിലയിൽ ശവമടക്കിന് നടുവിൽ കൗമാരക്കാരായ കുഞ്ഞുങ്ങളുള്ള അല്ലെ കൊച്ചു കുഞ്ഞുങ്ങളുള്ള അമ്മമാരോട് ബന്ധപ്പെട്ടാണ് നടക്കുന്ന ശവമടക്കെങ്കിൽ, ആ ശവമടക്കിന് മുൻപിൽ കൊച്ചു കുഞ്ഞുങ്ങളുള്ള അമ്മമാരുടെ ഭർത്താക്കന്മാരാണ് മരിച്ചു കിടക്കുന്നതെങ്കിൽ ആ മരണസമയം അവസാനം ഒരു അലറിക്കരച്ചിലുണ്ട്. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആ അലറിക്കരച്ചിൽ. ആ അലറിക്കരച്ചിലിന് നടുവിൽ ആ യൗവനക്കാരായ അമ്മമാര് ഈ പെൺകുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ആൺകുഞ്ഞുങ്ങളുടെ മുൻപിൽ കാട്ടുന്ന ചില വിക്രിയകളുണ്ട്. നമ്മളത് സ്ഥിരം കണ്ടിട്ടുള്ളതാ. എന്നാൽ ചില ശവസംസ്കാര സന്ദർഭങ്ങളിൽ വിങ്ങിപ്പൊട്ടിപ്പോകും മനസ്സുകൊണ്ട്. കാരണം എന്നറിയാമോ, ഈ അമ്മമാര് ഒക്കത്തിരിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു രംഗമുണ്ട്. മുഖം മൂടാൻ പറയുമ്പോൾ ബന്ധപ്പെട്ടവരാരെങ്കിലും മുഖം മൂടും. മൂടുന്ന സമയത്ത് അലറിക്കരയുന്ന അമ്മമാർ ഈ ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് സമനില തെറ്റി അലറും. സ്തോത്രം. ഞാൻ കണ്ടിട്ടുള്ള, കഴിഞ്ഞ ദിവസവും കണ്ടൊരു സംഭവം ഞാൻ പറയട്ടെ. എന്തിനാ അമ്മമാർ ഈ ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് അലറുന്നറിയാമോ? ആ അമ്മ പറയാ, മോനെ, എൻ്റെ ഭർത്താവ് പോയി, മക്കളെ ഞാൻ വിധവയാണ്, സഹിക്കാൻ വയ്യ. എന്നാൽ ഞാൻ അനാഥയല്ല, എന്നെ നോക്കാൻ കാലത്തിൻ്റെ ചക്രത്തിരിവിൽ നീയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഞാൻ നിങ്ങളെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാം. മക്കൾ, ഭർത്താവ് ഈ ബന്ധങ്ങളിൽ ശ്രദ്ധിച്ചാൽ, ഭർത്താവിൻ്റെ ഡെഡ് ബോഡി പുറത്തു പോയപ്പോൾ വിചാരിച്ചു എൻ്റെ ആൺമക്കൾ ഉണ്ടല്ലോ തുണയായിട്ട്. പക്ഷേ രണ്ടാൺമക്കളുടെ ഡെഡ് ബോഡി കൂടെ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ആ സാധു അമ്മ നവോമി അലറിപ്പറഞ്ഞു, നിങ്ങൾ എന്നെ മാറാ എന്ന് വിളിപ്പീൻ, അത്യുന്നതനെങ്കിൽ അത്യന്തം കയ്പായത് ചെയ്തിരിക്കുന്നു, തീർന്നു, ഇനിയും ഈ കുടുംബം തലപൊക്കില്ല. ഞാൻ ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അസാധാരണമായി ജീവിതത്തിന് നേരെ ഉയർന്ന കൊടുങ്കാറ്റുകൾക്ക് മുൻപിൽ നിന്റെ കുടുംബം ഇനി ഒരിക്കലും തല ഉയർത്തില്ല, ഇത് കരപറ്റില്ല, ഇത് തറപറ്റുകയേ ഉള്ളൂ എന്ന് ആരൊക്കെ വിധി എഴുതിയാലും ദൈവമാണ് അനുവദിച്ചതെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു രൂത്തിനെ രംഗത്ത് കൊണ്ടുവന്ന് ശൽമോന് രംഗപ്രവേശനം നൽകി ദാവീദിന്റെ വല്യമ്മച്ചി പദം അലങ്കരിച്ചുകൊണ്ട് ആ ജീനിയോളജിയെ പണതെടുത്ത ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന കർത്താവെങ്കിൽ, നീ ഇന്ന് രാത്രി കടന്നു പോകുന്ന ശോധനയ്ക്ക് പുറകിൽ നിന്റെ ദൈവത്തിന്റെ കരം ചലിച്ചാൽ ഇതുവരെ കാണാത്ത ഒരു അധ്യായം പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കാൻ തുടങ്ങുന്നു എന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ശോധനകളുടെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഇത് തിന്മയ്ക്കല്ല, ഇത് ഒടുവിലത്തെ അധ്യായത്തിൽ നന്മയ്ക്കായി തന്നെ പരിണമിക്കും. പരിശുദ്ധാത്മാവിന്റെ രാത്രി ഈ യോഗത്തിനകത്ത് ഇറങ്ങി ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ അധരങ്ങളിൽ സ്തോത്രത്തോടെ ശബ്ദമുയർത്തിയിട്ട് പറയണം, ഞാൻ സംഭവിക്കുവാൻ എൻ്റെ ദൈവം മുൻനിർണയിച്ച പദ്ധതി അല്ലാതെ എൻ്റെ ജീവിതത്തിൽ തിന്മയ്ക്ക് സംഭവിക്കില്ല. ഇതിന്റെ പുറകിൽ എൻ്റെ മനസ്സിനെ നിരാശപ്പെടുത്തുന്ന ബന്ധനങ്ങളുടെ മേൽ ആത്മമണ്ഡലത്തിൽ ഈ രാത്രി ഒരു ജയമെടുക്കുന്ന രാത്രിയാണ്. ഓ രക്തത്താൽ ജയം, ദൈവ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് രാത്രി നിന്റെ മനോമണ്ഡലത്തെ തകർത്തുകൊണ്ട് ഇന്ന് രാത്രിയും ആധിപത്യം പുലർത്തിയിട്ട് പലപ്പോഴും ആത്മഹത്യ കൊതിക്കത്തക്ക വിധം മനസ്സിന്മേൽ വ്യാപരിക്കുന്ന ആ ഡിപ്രഷന്റെ സ്പിരിറ്റിനെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവിൽ ബന്ധിച്ച് കൃപ ലഭിച്ച ഒരുപറ്റം ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണ ദൈവശക്തി മെഡിക്കൽ കോളേജിന് കഴിയാത്തത്, സൈക്കാട്രിസ്റ്റിന് കഴിയാത്തത്, മാനസിക ഗുളികകൾക്ക് കഴിയാത്തത്, വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് യേശുവിന്റെ കരത്താൽ നിന്റെ വിഷയത്തിൽ ഇന്ന് രാത്രി ആ നിരാശകളെ കാറ്റിൽ പറത്തി എന്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, കാൽവറി ക്രൂശിൽ സംഭവിച്ചത് സംഭവിക്കാൻ എന്റെ ദൈവത്തിന്റെ മുൻനിർണയമാണെങ്കിൽ എന്റെ ശോധനയ്ക്ക് പുറകിൽ എന്റെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. എസ്തേറേ, നിന്റെ കൂട്ടത്തിലുള്ള അനേക കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോടൊപ്പം തുള്ളിച്ചാടിയപ്പോ നീ മാത്രമെന്താ ബാല്യത്തിൽ അനാഥയായത്? നീ അനാഥയായെങ്കിലേ
നീ മൊർദെഖായിയുടെ പരിചരണയിലെത്തൂ. അവന്റെ പരിചരണയിലെത്തിയെങ്കിലേ അഹശ്വേരോശിന്റെ ഭാര്യയാകൂ. അവന്റെ ഭാര്യയായെങ്കിലേ ഹാമാന്റെ കഴുത്തിൽ കഴുകുമരം കയറൂ. അവന്റെ കഴുത്തിൽ കഴുകുമരം കയറിയെങ്കിലേ നിന്റെ ജാതി വിടുവിക്കപ്പെടൂ. നീ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുത്തിരിയുന്നതിന് മുൻപ് എൻ്റെ ദൈവം നിന്നെ കുറിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പദ്ധതികൾ നിവർത്തിയാകാൻ ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന ചില ശോധനകൾ എൻ്റെ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കണം. അതിന് നടുവിൽ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഉറപ്പോടെ പറയണം, ഇല്ല, ഞാൻ ചൂരച്ചെടി തണൽ തേടി മരണം കൊതിക്കില്ല. അസാധാരണ ധൈര്യത്തോടെ വിളിച്ചു പറയും, ഈ ശോധന സാധാരണ ശോധനയല്ല, സംഭവിക്കണമെന്ന് എൻ്റെ ദൈവം നിർണയിച്ചതാണെങ്കിൽ ഇതിൽ നിന്ന് കരുത്തോടെ പുറത്തു വരാൻ ഒരു പ്രത്യേക ബലം എൻ്റെ മേലിന്റെ ദൈവം ഇന്ന് രാത്രി പകരുന്ന രാത്രിയാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ അസാധാരണമായി മാനസിക കരുത്തുകൊണ്ടും ശാരീരിക കരുത്തുകൊണ്ടും മുൻപിൽ നിന്നയാളാണ് ഏലിയാവെന്ന് ഓർക്കണം. ഏലിയാവിന്റെ കരുത്തിനെ കുറിച്ച് ഞാൻ വിശകലനം ചെയ്യുന്നില്ല. എന്നാൽ ഓർക്കണം, മനോബലം എങ്ങനെയുണ്ടായിരുന്നു. വേട്ടപ്പട്ടികൾ പോലെ കാവൽ നിൽക്കുന്ന കരിമ്പൂച്ചകളെ ഭയപ്പെടാതെ ഒരു കൊടുങ്കാറ്റ് പോലെ രാജകൊട്ടാരത്തിലേക്ക് ചെന്ന് അവന്റെ മുഖത്ത് ചൂണ്ടിയിട്ട്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറയണമെങ്കിൽ സാധാരണ കരുത്തല്ല, അസാധാരണ മനോബലമാണ്. മനസ്സിന്റെ ബലം ചോർന്നാൽ പിന്നെ മറ്റെല്ലാം തകിടം മറിയും. ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ടവനെ കുറിച്ച് അറിഞ്ഞത്, ഈ കാലഘട്ടത്തിൽ അത് വർദ്ധിച്ചു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. രാവിലെ സമയം താൻ ജോലിക്ക് പോകുന്നതിന് ഷെയ്വ് ചെയ്തുകൊണ്ടിരിക്കുക. അറിയാതെ ബ്ലേഡ് കയറി ഒരു കാരയിൽ ഉടക്കി ഇച്ചിരി ചോര വന്നു. ഓടിച്ചെന്ന് ഭാര്യയോട് പറഞ്ഞു, ഡീ ചോര. സ്തോത്രം. ഈ സമയത്ത് ആശ്വസിപ്പിക്കുന്ന ശൈലിയിൽ പ്രതികരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 8:30 ബസ് വരുന്നത് കൊണ്ട് സ്കൂൾ കുട്ടികളെ 2 എണ്ണത്തെ ഒരുക്കി വിടാൻ ആ അമ്മ അടുക്കളയിൽ മല്ലയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 കൈയും കൂടെ ഏണത്ത് വെച്ച് ഈ മനുഷ്യന് നേരെ തിരിഞ്ഞിട്ട്, സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും, അയ്യോ മനുഷ്യ, വണ്ടി വന്ന് ഇതുക്കളെ ഒന്ന് കയറ്റി വിട്ടോട്ടെ എന്നിച്ചിരി ശബ്ദം ഉയർത്തി പറഞ്ഞു. സ്തോത്രം. എന്തായാലും വന്നില്ല. വണ്ടി വന്നു. സ്കൂൾ കുഞ്ഞുങ്ങളെ 2 പേരെയും പൊതിച്ചോറുമെല്ലാം കൊടുത്ത് കയറ്റി വിട്ടു. വിട്ട് കഴിഞ്ഞ് അച്ചായ 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 എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അനക്കമില്ല. കതകിനൊന്ന് പുറത്തുനിന്ന് കൊട്ടി, അനക്കമില്ല. പെട്ടെന്ന് പുറകിലത്തെ വാതിലിന്റെ ഭാഗത്തൂടെ ഇറങ്ങിയിട്ട് ജനാലയിലെ കർട്ടനൊന്ന് മാറ്റി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. എന്തെന്നറിയാമോ? ഫാനയിൽ കായ്ച്ച് കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത്രയേ ഉള്ളൂ. കാരേൽ കയറി ബ്ലേഡ് ഉടക്കിയപ്പോൾ കരഞ്ഞോണ്ട് അല്ലെങ്കിൽ ബഹളം വെച്ച് ചെന്നപ്പം സാരമില്ല എന്ന് പറഞ്ഞൊന്ന് തലോടിക്കൊടുത്തില്ല. മനസ്സിന്റെ കരുത്ത് ചോർന്നാൽ പലരും മരണം കൊതിക്കും. അത് നമ്മൾ കാണുമ്പോൾ പോഷത്വമാണെന്ന് തോന്നും. എന്നാൽ ഇന്ന് രാത്രി ഓർക്കണം, ഏലിയാവിനെ നോക്ക്. അദ്ദേഹത്തെ പോലെ കരുത്തൻ ആരുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. മഴ വരുന്നു, പൊയ്ക്കൊള്ളുക എന്ന് ആഹാബിനോട് പറയുന്ന ഈ ദൈവവൃത്യൻ ഒരു മാരത്തേൺ ഓട്ടം തന്നെ സമ്മാനിച്ചുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം, ഈജിപ്ഷ്യൻ പെൺകുതിരകളുടെ മുൻപിൽ പായാൻ ഏലിയാവിന്റെ മേൽ വ്യാപരിച്ച ശാരീരിക കരുത്തിന്റെ തുടക്കം എവിടെയാണ്? ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. സ്തോത്രം. യാഗപീഠത്തിൽ പ്രാർത്ഥിച്ചങ്ങോട്ട് തീയിറക്കി കഴിഞ്ഞപ്പോൾ ബാലിന്റെയും അശേരയുടെയും അതേ ആ മന്ത്രവാദികളായ അവരുടെ മൂർത്തിഭാവങ്ങളെ ആരാധിക്കുന്നവരെ ഒരെണ്ണത്തെ വിടരുത് എന്ന് പറഞ്ഞ് കർമ്മശക്തിയോടുകൂടെ വാൾ ഊരി ഒരു യുദ്ധവീരനായി മാറി അവരെ മുഴുവൻ നുറുക്കിയ ഈ യുദ്ധവീരൻ അടുത്ത മിനിറ്റിൽ എവിടെയാ കിടക്കുന്നത്? ചൂരച്ചെടി തണലിൽ മരണം കൊതിക്കുകയാണ്. ഏലിയാവേ, നീ ഒന്ന് കണ്ണുയർത്തി നോയിക്കേ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ഞാൻ ഇന്ന് രാത്രി ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവാത്മാവ് പറയുന്നു, അസാധാരണമായി മനസ്സിൽ ആധിപത്യം പുലർത്തുന്ന ചില നിരാശയുടെ കടുങ്കട്ടുകൾ, പലപ്പോഴും മരണം പോലും കൊതിച്ചിട്ട് എൻ്റെ അധ്യായത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് തന്നിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ നിനക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു സാധാരണ വിളിയല്ല നിന്റെ മേൽ വ്യാപരിക്കുന്നത്, ഒരു അസാധാരണ വിളി നിന്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നു. ഇവിടെ നീ തല താഴ്ത്തരുത്. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പൂർണ്ണമാകുന്നത് വരെ ആ കരം ജീവന്റെ പുറകിൽ ഉയർന്നിരിക്കും. എന്തായിരിക്കും ഏലിയാവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിത്യതയുടെ പ്ലാൻ?
ദൈവത്തിന് സ്തോത്രം. തിസ്ബിയയിലെ മലം ചരിവുകളിൽ പ്രാർത്ഥനാ നിരതനാകുന്ന ഏലിയാവ്, രാജകൊട്ടാരത്തിൽ മഹാരാജാവിന് നേരെ ദൂതറിയിക്കുന്ന ഏലിയാവ്, കെരീത്തിൽ കാക്കച്ചുണ്ടിൽ നിന്നും അനുഭവിക്കത്തക്ക വിധം ദൈവത്തിൻ്റെ കരങ്ങളാൽ അനുഗ്രഹീതനായ ഏലിയാവ്, അവസാനം രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന ഏലിയാവ്, അവസാനം അഗ്നി അശ്വരഥങ്ങൾ മുകളിൽ നിന്ന് താഴേക്കിറങ്ങി വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഏലിശ നോക്കി നിൽക്കെ അതിൽ കയറിയിരുന്ന പറുദീസയിലേക്ക് പറന്നു കയറുന്ന ഏലിയാവ്. കോടിക്കണക്കിന് വിശുദ്ധന്മാർ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ മനുഷ്യ മാംസത്തിൽ പറുദീസയിൽ കഴിയുന്ന ഏലിയാവ്, മർയൂപ്പ് മലയിൽ യേശു വെളിപ്പെട്ടു വരുമ്പോൾ അവന്റെ മുൻപിൽ ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ, നിങ്ങൾ എന്നെ കാണുന്നത് പോലെ പച്ച കണ്ണുകൾ കൊണ്ട് കാണത്തക്ക വിധം ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ദൈവപുത്രനോട് സംസാരിച്ച് ബലപ്പെടുത്തേണ്ട ഏലിയാവ്, വീണ്ടും പറുദീസയിലേക്ക് പോകേണ്ട ഏലിയാവ്, എതിർ ക്രിസ്തുവിന്റെ ഭീകര പീഡയുടെ ചോരച്ചെളിയിൽ ഒരു തലമുറ വിവരണമാകുമ്പോൾ സകല വെബ്സൈറ്റുകളും നോക്കി നിൽക്കേ, അതെ, എതിർ ക്രിസ്തുവിന്റെ കയ്യാൽ കൊല്ലപ്പെട്ടിട്ടും പലസ്തീന്റെ തെരുവിൽ നിന്ന് കാലൂന്ന് എഴുന്നേറ്റ് പറുദീസയിലേക്ക് തിരികെ പോകേണ്ട ഏലിയാവ്, യുഗങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട നീയാണോ നാളെ പട്ടി തിന്ന് തീർക്കേണ്ട ഒരുത്തിയുടെ ഭീഷണിക്ക് മുൻപിൽ മരണം കൊതിക്കുന്നത്? ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നിന്റെ ജീവന്റെ പുറകിൽ വ്യാപരിക്കുന്ന വിളി ഇന്ന് രാത്രി നീ തിരിച്ചറിഞ്ഞെങ്കിൽ നീ തലകുനിച്ചിരിക്കില്ല. ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയും, എന്റെ ജീവന്റെ പുറകിൽ ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് പദ്ധതിയുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ലജ്ജ കൂടാതെ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മറക്കുക. ഞാൻ ഇന്ന് രാത്രിയിൽ കാണുന്നു എൻ്റെ കർത്താവിൻ്റെ കരം ഇതിനകത്ത് ചില വ്യക്തികളെ തൊടുകയാണ്. ചില ഹാലൂസിനേഷന്റെ വ്യാപാരം പോലെ, ചില ഡിപ്രഷന്റെ സ്പിരിറ്റ് പോലെ, അർദ്ധരാത്രികൾ പോലും ഉറക്കത്തിന്റെ ബന്ധനങ്ങളിട്ട് മനസ്സിനെ വല്ലാതെ തളർത്തി ജീവിതം ഒരു പരാജയമെന്ന് വരുത്തത്തക്ക വിധം കാതിൽ മന്ത്രിച്ച് നിരാശയുടെ നീർച്ചുഴിയിലേക്ക് നിന്നെ വലിച്ചിഴയ്ക്കുന്ന ചില ബന്ധനങ്ങളെ ഇന്ന് രാത്രി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നാഥന്റെ കരം ഇറങ്ങി വന്ന് ഒരു അസാധാരണ വിടുതലിലേക്ക് ഈ മീറ്റിങ്ങിനകത്ത് ദൈവാത്മാവ് നയിക്കുകയും ചില വ്യക്തികളുടെ മേൽ കർത്താവിന്റെ കരം വ്യാപരിച്ച് ഇതുവരെ ഇല്ലാത്തൊരു ആത്മബലത്താൽ സ്വർഗം നിന്നെ കരുത്തോടെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യാൻ ഈ ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. മനസ്സിന്റെ മണ്ഡലത്തിന്മേൽ ഒരു അസാധാരണ ദൈവിക വിടുതൽ വ്യാപരിക്കുന്നു. ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ശബ്ദം ഉയരട്ടെ ദൈവസന്നിധിയിൽ. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ദൈവദാസ, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന സഹോദരി, അനുഭവിക്കുന്ന വിജയത്തിന്റെ പുറകിൽ മാത്രമല്ല, അനുഭവിക്കുന്ന പരാജയത്തിന്റെ പുറകിലും എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആത്മാവിൽ സ്തോത്രം ചെയ്യുന്ന നീ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവന്റെ പുറകിൽ, കർത്തന്റെ പുറകിൽ ചലിക്കുന്ന ഒരു കരമുണ്ട്. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം അധ്യായം മാറ്റാൻ തുടങ്ങുന്നു. ആ ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളെ ദൈവാത്മാവ് തൊടുകയാണ്. നീ വെറുതെ ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോകില്ല. ഈ സഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇയ്യോബിന്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, യേശുവിന്റെ ക്രൂശിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന തിന്മയുടെ പുറകിലും നിനക്ക് നന്മയ്ക്കായി ഒരു കരം ചലിക്കുന്നുണ്ട്. ഇന്നത് തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ നീ വിളിച്ചു പറയും, സംഭവിക്കണമെന്ന് എൻ്റെ ദൈവത്തിന്റെ കൈയും അവിടുത്തെ ആലോചനയും മുൻനിർണയിച്ചതാണിത്. ഗ്ലോറി, ഗ്ലോറി. ശബ്ദമുയരട്ടെ, ശബ്ദമുയർത്തി എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് ഇടപെടുന്ന ദൈവാലോചനയ്ക്ക് മുൻപിൽ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ ശരീരത്തിന്മേൽ ഞാൻ അനുഭവിക്കുന്ന ബലഹീനതയുടെ മേൽ എൻ്റെ നാഥൻ്റെ കരം ഉയരണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. രക്തത്തിൻ്റെ ശക്തി ഇവിടെ ബലത്തോടെ വ്യാപരിക്കുകയാണ്. രക്തത്താൽ
രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, എന്താണ് ഈ അഭിഷിക്തന്മാർ വിളിച്ചു പറഞ്ഞത്? യെരൂശലേമിൽ സംഭവിച്ചത് ആക്സിഡന്റ് അല്ല. എൻ്റെ കർത്താവിൻ്റെ ക്രൂശു മരണത്തിന്റെ പുറകിൽ ഉയർന്നത് മനുഷ്യന്റെ കരമല്ല. ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി കാൽവറി ക്രൂശിലേക്ക് എൻ്റെ നാഥൻ ഭാരമേറിയ മരക്കുരിശും എടുത്ത് വീണും എഴുന്നേറ്റും നടന്നു നീങ്ങുമ്പോൾ, ഗോൽഗോത്തയുടെ ഉച്ചിയിൽ കാൽവറിയിൽ അക്രാനിയോനിൽ എത്തിക്കഴിഞ്ഞ ക്രൂശീകരണ രംഗത്ത് മലർത്തിയിട്ട ക്രൂശിന്റെ പുറത്തേക്ക് കൈകാലുകൾ ഷൂസിട്ട കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് റോമൻ പടയാളികൾ ആണി അടിച്ചിറക്കുമ്പോൾ, സന്ധിബന്ധങ്ങളെ ഭേദിച്ച് ആണി ശരീരത്തിൽ തുളഞ്ഞിറങ്ങുന്ന സമയം, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ പ്രാണവേദന അനുഭവിക്കുമ്പോൾ, ആ ക്രൂശ് ഉയർത്തി ആ പാറ ഇടുക്കിൽ ഇടിച്ചിരുത്തിയപ്പോൾ ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്ക് എണ്ണാം എന്ന് പറയുന്ന പ്രവാചക ശബ്ദം പോലെ കാൽവറി ക്രൂശിൽ എൻ്റെ നാഥൻ പിടഞ്ഞു മരിക്കുമ്പോൾ, ആ മരണം പൈശാചിക ശക്തികളുടെ വിജയമല്ല, എൻ്റെ ദൈവത്തിന്റെ നിർണയത്തിന്റെ നിവർത്തിയാണെങ്കിൽ, ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബത്തെ അടക്കി വാഴുന്ന പൈശാചിക ബന്ധനങ്ങളെ വെട്ടിമാറ്റിയിട്ട് നിന്നെ നിത്യതയിലേക്കുള്ള പാതൽ തുറക്കത്തക്ക വിധം ആ ക്രൂശ് മരണത്തിന്റെ പുറകിൽ നിനക്കായി വ്യാപരിച്ച ദൈവശക്തി ഈ രാത്രി ബലത്തോടെ അനുഭവിക്കുന്ന യുവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, എന്റെ ശോധനയുടെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഞാൻ ഇങ്ങനെ ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിഭീകര ശോധനയ്ക്ക് നടുവിൽ ആ ഭക്തന്മാർ പ്രാർത്ഥിക്കുകയാണ്, സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ദിവ്യാലോചനയും മുൻനിർണയിച്ചതാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഈ ദൂത് സംസാരിക്കുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് കണ്ണ് തുറക്കണേ. ദൈവത്തിന് സ്തോത്രം. കണ്ണ് തുറന്ന് കേൾക്കണം. ഗായക സംഘ സ്റ്റേജിലേക്ക് പ്ലീസ് ഒന്ന് വരണം. ദൈവത്തിന് സ്തോത്രം. കെന്നഡിയുടെ സ്പേസ് പദ്ധതികളുടെ ഭാഗമായി ഒരധ്യാപകനെ കൂടെ സ്പേസിലേക്ക് വിടത്തക്ക വിധം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത സമയത്ത് ഒരു സ്നേഹിതൻ അവസാനത്തെ റൗണ്ടിൽ അതിന് വിജയിച്ച് ലാസ്റ്റ് ടൈമിലെത്തിയപ്പോൾ തൻ്റെ സ്ഥാനത്ത് ഒരു സ്കൂൾ അധ്യാപിക ആ സ്ഥാനം ഓക്യുപ്പൈ ചെയ്ത് ഇത്രയും ദിവസങ്ങളിലെ അധ്വാനം മുഴുവൻ തകർന്നല്ലോ എന്നോർത്ത് അവസാനമായി ഈ സ്പേസ് സംവിധാനം പറന്ന് കയറുന്ന ആ രംഗം സ്വന്തം പിതാവിനോടൊപ്പം ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടി വിയിൽ അമേരിക്കയിലെ ആ സ്പേസ് ആ പ്രത്യേക ലോഞ്ചിങ് പാട്ടിൽ നിന്നും ആ വിമാനം ആ പ്രത്യേക ബഹിരാകാശ പേടകം കത്തി ഉയരുന്നത് കാണുമ്പോൾ താൻ അധ്വാനിച്ചും ആഗ്രഹിച്ചും പരിശ്രമിച്ചും അവസാന റൗണ്ടിലെത്തിയിട്ട് തള്ളപ്പെട്ടല്ലോ എന്നോർത്ത് വിങ്ങിക്കരഞ്ഞുകൊണ്ട് അപ്പൻ്റെ അടുക്കലിരുന്ന് ഈ സ്ക്രീനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരു കാഴ്ച, ഒരു പൂത്തിരി കത്തുന്നത് പോലെ മുകളിലോട്ട് ഉയർന്ന ഈ പേടകം പൊട്ടിത്തെറിച്ച് താഴേക്ക് ചിതറി വീഴുന്ന സമയം ആ അപ്പൻ അടുത്തിരുന്ന് ഈ മകന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. അതോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. മോനെ, വിജയത്തിന്റെ പുറകിൽ മാത്രമല്ല നീ അനുഭവിച്ച അവഗണനയുടെയും പരാജയത്തിൻ്റെയും പുറകിലും നിന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഞാൻ അനുഭവിക്കുന്ന വിജയത്തിന്റെ പുറകിൽ മാത്രമല്ല, ഞാൻ അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിലും എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ വേഗം ദൈവസ്ഥലം എഴുന്നേറ്റാട്ടെ.